നമുക്കെന്താ ന്യൂ ഹൈക്ക് കേട്ടാലോ? അതെ, നോർവേത്തെ ഒരു ന്യൂ ഹൈക്കിംഗ് പോയിന്റിലേക്കാണ് ഇന്ന് പോകുന്നത്, വെത്തക്കോളൻ. അപ്പം ഞങ്ങളുടെ ജർമ്മനിയിൽ നിന്ന് ഞങ്ങൾ വിസിറ്റ് ചെയ്ത് ഞങ്ങളുടെ ഫ്രണ്ട് റോബിനെ കൊണ്ടാണ് ഇന്നത്തെ പോക്ക്. അപ്പോൾ അവനിവിടെ വിസിറ്റ് ചെയ്യാൻ വന്നതല്ലേ, അപ്പം നമുക്ക് നമ്മളിവിടുത്തെ നോർവീജിയൻ കൾച്ചറും അതിൻ്റെ ഏറ്റവും വലിയ ഭാഗമായ ഹൈക്കിങ്ങിന് തന്നെ ആവാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഓസ്ലോ സിറ്റിയുടെ വളരെ ക്ലോസ് ആയിട്ട് ഓസ്ലോ സിറ്റിയിൽ തന്നെയുള്ള ഒരു ഹൈക്കിനാണ് നമ്മളിന്ന് പോകുന്നത്. ഓസ്ലോ സിറ്റിയിൽ തന്നെയുള്ളൊരു ഹൈക്കിംഗ് പോയിന്റ് ആയതുകൊണ്ട് ഇത് ഇവിടുത്തെ ഒരു ഫേമസ് ഹൈക്കിംഗ് പോയിന്റ് ആട്ടോ. വളരെ ഷോർട്ടൊരു ഹൈക്കാണ്, പക്ഷെ നല്ല സ്റ്റീപ്പാണ്. അതുകൊണ്ട് നമ്മൾ 1 അവർ 20 മിനിറ്റ്സിൽ നമുക്ക് ഈ ഒരു ഹൈക്ക് കയറാം. അതാണ് ആവറേജ് ടൈം പറയുന്നത്. പക്ഷെ നമ്മൾ നല്ല സ്റ്റീപ്പായിട്ട് 1 അവർ കയറിയാലേ നമ്മൾ ഈ പോയിന്റിലെത്തുള്ളൂ. ബട്ട് ഫൈനൽ വ്യൂ പോയിന്റിൽ നിന്ന് നമുക്ക് ഫുൾ ഓസ്ലോ സിറ്റി കാണാം എന്നുള്ളതാണ് ഈ ഹൈക്കിൻ്റെ ഹൈലൈറ്റ് കേട്ടോ. അപ്പം നിങ്ങൾ ചാലക്കുടിക്കാരാണെങ്കിൽ കനകമല കയറിയിട്ടുണ്ടോ? കനകമല കയറുന്നൊരു ഫീലാട്ടോ നമുക്ക് ഈ ഹൈക്കിന് കിട്ടുന്നത്. നിറച്ച് പാറക്കെട്ടുകളും അങ്ങനെ ഒരു കുഞ്ഞി ഹൈക്ക് ഈ കാടിൻ്റെ ഉള്ളിൽ കൂടെ. നമ്മൾ ഓട്ടം സീസണാണ് നമ്മൾ ഈ ഒരു ഹൈക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ കുഞ്ഞു കുഞ്ഞു ഇലകളൊക്കെ നമുക്ക് റെഡ് അയക്കുന്നതും യെല്ലോ ഒക്കെ അയക്കുന്നതും നമുക്ക് കാണാം. പിന്നെ കുറച്ച് മരങ്ങളൊക്കെ ഒടിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ സൂക്ഷിച്ച് അങ്ങ് കയറി പോവാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നോർവേത്തെ ഒരു മെയിൻ ആക്ടിവിറ്റിയാണ് ഹൈക്കിംഗ്. നോർവേയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ചെയ്തിരിക്കേണ്ട ഒരു ആക്ടിവിറ്റിയും ഹൈക്കിംഗ് ആണ്. അപ്പം ഞങ്ങൾ ഇവിടുത്തെ ട്രെയിലുകൾ കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ആപ്പ് ഓൾ ട്രെയിൽസ് എന്ന് പറയുന്ന ആപ്പാണ്. നോർവേയിലെ ഒരുപാട് ഹൈക്കിംഗ് ട്രെയിൽസ് നമുക്ക് ആ ഒരു ആപ്പിൽ നോക്കിയാൽ കിട്ടും. നോർവേയിൽ മാത്രമല്ല, നമുക്ക് ലോകത്ത് എവിടെ പോയാലും യൂസ് ചെയ്യാവുന്ന ഒരു ആപ്പാട്ടോ ഈ ഓൾ ട്രെയിൽസ് എന്ന് പറയുന്ന ആപ്പ്. ഹൈക്കിൻ്റെ ടോപ്പ് പോയിന്റിൽ എത്തിയപ്പോഴാട്ടോ ആ സംഭവം നമുക്ക് മനസ്സിലായേ. അതായത് കോട ഇറങ്ങി ഒരു വ്യൂവും അവിടെ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ എത്തിയ സമയത്ത് നമുക്ക് അവിടെ കോട ഉണ്ടായിരുന്നു, നല്ല ഫോഗ് ഇറങ്ങിയേക്കുന്ന കാരണം നമുക്ക് സിറ്റി കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ പയ്യെ ഫോഗ് ക്ലിയർ ആവുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫോഗിൻ്റെ തണുപ്പൊക്കെ അടിച്ച് അവിടെ നിന്നപ്പോഴാട്ടോ ഞങ്ങൾക്ക് കമ്പനി തരാൻ ദിവം വന്നേ ഈ പട്ടിക്കുട്ടൻ. നോർവേയിൽ ആക്ച്വലി ഭയങ്കര കോമൺ ആണ് നമ്മൾ ഹൈക്കിങ്ങിന് പോകുമ്പോൾ പെറ്റ്സിനെ കൊണ്ടുപോകാമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലീഷിലൊന്നും അല്ല, ഇങ്ങനെ എപ്പോഴും അവർ ഹൈക്കിങ്ങിന് പോകണ കാരണം ഒരുപാട് പട്ടിക്കുട്ടന്മാരെയൊക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റും. പിന്നെ ഞങ്ങൾ അവിടെ കുറേ നേരം ഇരുന്ന് ഞങ്ങൾ ഫോഗൊക്കെ ആസ്വദിച്ചു. നല്ല തണുപ്പ് ഇറങ്ങുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഓർത്തു എന്നാ ഒരു ഫയർ പ്ലേസ് ആയാലോ. അങ്ങനെ ഫോഗിൽ ഫയർ പ്ലേസ് ഒക്കെ കൂട്ടി ഒന്ന് ചില്ല് ചെയ്യാം എന്നാണ് നെക്സ്റ്റ് പ്ലാൻ. ഫയർ പ്ലേസിന് വേണ്ട ഫയർവുഡ് നമ്മൾ ആ പരിസരത്ത് തന്നെ സെറ്റാക്കി കേട്ടോ. അതുപോലെ ഇതിന് മുന്നേ നമ്മുടെ ഹൈക്കിംഗ് വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ ഈ മരത്തിൻ്റെ ബാർക്കാണ് നമ്മൾ എല്ലാ പ്രാവശ്യവും ഫയർ സ്റ്റാർട്ടറായിട്ട് യൂസ് ചെയ്യുന്നത്. ബിക്കോസ് ഇത് പെട്ടെന്ന് കത്തും, നല്ല അടിപൊളിയാണ്, എപ്പോഴും നല്ല ഡ്രൈയുമായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം സെറ്റാക്കി. പിന്നെ ഞങ്ങളുടെ കയ്യിൽ സ്പാർക്ക് വരുത്തുന്ന റോഡുണ്ട്. അപ്പോൾ സ്പാർക്ക് വരുത്തുന്ന റോഡ് കൊണ്ട് എന്തൊക്കെ വന്നാലും നമ്മൾ സ്പാർക്ക് വരുത്തി ഈ ഫയർ ഇടും എന്നുള്ള ഫുൾ ഉദ്ദേശത്തിൽ നമ്മളൊരു 10-20 മിനിറ്റ് അവിടെ ഇരുന്ന് ഉരച്ചു. പക്ഷെ സ്പാർക്ക് വന്നു, പുക വന്നു, പക്ഷെ തീ വന്നില്ല. നമ്മൾ ഒരുപാട് ട്രൈ ചെയ്തെങ്കിലും നമുക്ക് ഇതുകൊണ്ട് തീയിന്നിടാൻ പറ്റിയില്ല. സത്യം പറഞ്ഞെങ്കിൽ ഞങ്ങളെ പറ്റിച്ചു. ബിക്കോസ് എപ്പോഴും തീ ഇങ്ങനെ കത്തും, എന്നിട്ട് അത് അണഞ്ഞു പോകും. ലാസ്റ്റ് ഞങ്ങൾ ലൈറ്റർ ഉപയോഗിച്ച് ഞങ്ങളുടെ ഫയർവുഡിൽ തീ ഇട്ടു കേട്ടോ. അങ്ങനെ മലമുകളിൽ ഹൈക്കൊക്കെ ചെയ്ത് ഇങ്ങനൊരു തീയൊക്കെ കൂട്ടി അങ്ങനെ നല്ല ഫോഗിൽ ഇങ്ങനെ ഇരുന്ന് കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് വർത്താനൊക്കെ ശരിയായിട്ട് നമ്മുടെ ആ ഒരു ഫുഡൊക്കെ അടിച്ചിരിക്കുമ്പോൾ അതൊരു പ്രത്യേക വൈബാട്ടോ. ഞങ്ങൾ റോബിനെ ഇപ്പോൾ മീറ്റ് ചെയ്യുന്ന 5 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ്. ഞങ്ങൾ സ്കൂൾ മേറ്റ്സ് ആയിരുന്നു. അപ്പോൾ ഒരുപാട് വിശേഷങ്ങൾ ഞങ്ങൾക്ക് ഷെയർ ചെയ്യാണ്ടായിരുന്നു. കുറേ ഫൺ സ്റ്റോറീസൊക്കെ നമ്മൾ ഷെയർ ചെയ്തു. നല്ല ഹാപ്പി വൈബായിരുന്നു. അങ്ങനെ നോക്കിയിരുന്നപ്പോൾ അതാ നമ്മുടെ ഫുൾ ഫോഗൊക്കെ പോയി. നമുക്ക് നല്ല ക്ലിയർ ആയി വരുന്നുണ്ട്. നമുക്ക് സിറ്റി വ്യൂ ഒക്കെ നന്നായി കാണാൻ തുടങ്ങി. നമുക്ക് ഫ്യോർഡ് കാണാൻ തുടങ്ങി. അവിടെ ഷിപ്പുകളും എല്ലാം നമുക്ക് കാണാം. നമ്മളിപ്പോൾ കാണുന്നത് ഫുൾ ആ ഒരു ഓസ്ലോ സിറ്റിയാണ്. ഫോഗ് ക്ലിയർ ആയപ്പോൾ നമുക്ക് ശരിക്കും ഹാപ്പി ആയിട്ടോ. ബട്ട് നമ്മൾ ആ ഒരു കണ്ണിലൂടെ കണ്ട ആ ഒരു ബ്യൂട്ടി നമുക്ക് പകർത്താൻ പറ്റാത്ത പോലെയും തോന്നി. നമുക്ക് ശരിക്കും ഫുൾ ഓസ്ലോ സിറ്റി അവിടെ നിന്ന് കാണാം. പിന്നെ നല്ല സണ്ണൊക്കെ പുറത്ത് വന്ന് തുടങ്ങിയ കാരണം നല്ല ക്ലീൻ വ്യൂ നമുക്ക് കിട്ടി. അങ്ങനെ ആ വ്യൂ ഒക്കെ ആസ്വദിച്ച് നമ്മൾ കുറച്ച് ടൈം കൂടി നമ്മൾ ടോപ്പിൽ സ്പെൻഡ് ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞി ഓസ്ലോ സിറ്റിയിലെ ഹൈക്ക് ഇവിടെ ഫിനിഷായി. ഞങ്ങളുടെ ന്യൂ വീഡിയോസിനും ന്യൂ വിശേഷങ്ങൾക്കുമായി സ്റ്റേ ട്യൂൺ ടു കൊച്ചു കൊച്ചു നോർവേ. അപ്പോൾ ഹാ ദേ.